അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലിമിറ്റേഷൻസ് ആർ നോട്ട് റിയൽ ലിമിറ്റേഷൻസ്. അതായത് പരിമിതികളെല്ലാം യഥാർത്ഥ പരിമിതികളല്ല. നാം ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നാം ഒരു പരിധിവരെ അത് ചെയ്യും, പിന്നീട് അത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നാം അത് പിന്നോട്ടടിക്കും. നമുക്കറിയാം, ലോക പ്രശസ്തനായ ഫിസിക്സിൽ വലിയൊരു പണ്ഡിതനായ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹത്തിന്റെ 21-ാം വയസ്സിൽ അദ്ദേഹത്തിന് ശരീരം മുഴുവനും തളർച്ച ബാധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം 50 വർഷത്തോളം ജീവിച്ചു. പിന്നീട് അദ്ദേഹം ഫിസിക്സിൽ വലിയൊരു ലോകം പണിതു. നമുക്കറിയാം, നാം ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എസ്പ്രാൻസയുടെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ കൊടുത്താൽ പറയും, ഇംഗ്ലീഷ് സ്പീച്ച് പറയുകയാണ്, എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സ്പീച്ച് എന്നെ കൊണ്ടാവില്ല. എന്തുകൊണ്ടായിക്കൂടാ? നാം ചിന്തിക്കണം. പ്രത്യേകിച്ച് നാം ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ പ്രധാനമായും 3 കാര്യം എടുത്തു നോക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ആത്മവിശ്വാസം എന്നുള്ളത്. നമുക്ക് നമ്മോട് തന്നെ ഒരു ആത്മവിശ്വാസം വേണം. അതായത് 1953 ഹിലരിൻ എവറസ്റ്റ് കീഴടക്കുമ്പോൾ അദ്ദേഹം 16 തവണ അതിനു മുമ്പ് ഈ എവറസ്റ്റ് കയറി പരാജയപ്പെട്ട് തിരിച്ചു കീഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം, എന്തുകൊണ്ട് 16 തവണ കയറിയിട്ടും അദ്ദേഹം അതിൽ ഒരു തവണ പോലും പിന്തിരിഞ്ഞിട്ടില്ല. അത് കീഴടക്കുന്നത് വരെ അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം 16 തവണ കഴിഞ്ഞിട്ട് 17-ാമത്തെ തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുന്നത്. ഈ 16-ാമത്തെ തവണ 100 മീറ്റർ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കുകയുണ്ടായി. എന്താണ് ആദരവ്? അദ്ദേഹം എവറസ്റ്റിൽ നിന്ന് ഏറ്റവും ഉയർച്ചയിൽ എത്തി എന്നുള്ള ഒരു ആദരവ് തൻ്റെ നാട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് അതിൻ്റെ പുറത്തുണ്ടായ ആ കാണുന്ന എവറസ്റ്റിന്റെ ഫോട്ടോ കാണിച്ചു പറഞ്ഞു, എവറസ്റ്റേ, നിന്നെ ഞാൻ കീഴടക്കുക തന്നെ ചെയ്യും. അതെനിക്കൊരു ഭാരമല്ല, അതൊരെനിക്ക് ഒരു ഉയർച്ചയായി നീ ഒരു ഉയർച്ചയായി എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് വേദിയിലുണ്ടായിരുന്ന ഒരു പ്രമാണി ചോദിച്ചു അദ്ദേഹത്തോട്, താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് താങ്കൾ വീണ്ടും പരിശ്രമിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് പറഞ്ഞു. അത് ഉണ്ടായത് കൊണ്ടല്ലേ എന്നുള്ളതാണ്. അത് ഉണ്ടായത് കൊണ്ട് അതിനെ എന്തായാലും മറികടക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് അന്ന് ഹിലരിൻ അവിടെയുള്ള ഓഡിറ്റോറിയത്തിലെ ഓഡിയൻസിന് നൽകിയത്. പിന്നീട് നാം ഒന്ന് മനസ്സിലാക്കണം, രണ്ടാമത്തത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് കഴിഞ്ഞാൽ നാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത്. ഏതൊരു കാര്യത്തെയും നാം പോസിറ്റീവായിട്ട് നേരിടുക എന്നുള്ളതാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, +1 വന്ന ഉടനെയൊക്കെ അവൻ പാട്ട് പാടുമ്പോൾ എല്ലാവരും കളിയാക്കും. അവന്റെ കളിയാക്കലിന് എല്ലാ വർഷവും അവന് പാട്ടാടാൻ ആഗ്രഹമുണ്ട്. നാട്ടിൽ വലിയ സിംഗർ ആയിരുന്നു. മാത്രമല്ല +1 പാടിയത് കൊണ്ട് ആ ഒരു വർഷം മുഴുവനും അവൻ ട്രോളിനിരയായിപ്പെട്ടു. അതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാ കൊല്ലവും ഉള്ള മത്സര പരിപാടികളൊക്കെ, പാട്ടിന് എല്ലാ മത്സരങ്ങളിലും അവൻ പങ്കെടുക്കും. ഇന്ന് എസ്പ്രൻസയിലെ ഏറ്റവും വലിയ പാട്ടുകാരനായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ആ പോസിറ്റീവ് എനർജി കൊണ്ട് മാത്രമായിരിക്കണം അത്. നിങ്ങൾക്കറിയുമോ? ആളറിയുമോ? ഞാൻ ഇപ്പൊ പറയുന്നില്ല. പിന്നെ നമുക്ക് ക്രിക്കറ്റിലെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടെസ്റ്റിൽ ഒരു വലിയൊരു അത്ഭുതം നടക്കുകയുണ്ടായി. അതായത് ഒരു പയ്യൻ താൻ ഒരു ടീമിലിരിക്കെ ആ ടീമിൽ നിന്ന് വിരമിച്ച് പുതിയൊരു മുംബൈ ടീമിലേക്ക് പോവുകയും ആ മുംബൈ ടീമിൽ നിന്ന് വളരെ സുപ്രധാനമായ ഒരു ക്യാപ്റ്റനെ മാറ്റിക്കൊണ്ടാണ് ഈ പുതിയ വന്ന പ്ലെയറെ ക്യാപ്റ്റൻ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ
പുതിയ വന്ന ക്യാപ്റ്റന് ഈ കാണുന്ന ഗാലറി മൊത്തം ആ പുതിയ വന്ന പ്ലെയറിന് എതിരായിരുന്നു. മാത്രമല്ല താൻ കളിക്കുന്ന ആ കളിയിൽ ഗാലറികൾ മൊത്തം അദ്ദേഹത്തെ കൂവി വിളിച്ചിട്ടും അദ്ദേഹം അതേ കോൺഫിഡൻസോടുകൂടി നിന്നിട്ടും ഗാലറിയിൽ ഓടിയ ഒരു പട്ടിയെ തന്റെ പേരിട്ട് കളിയാക്കിയിട്ടും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. പിന്നീട് ഇന്ത്യൻ ടീം അദ്ദേഹത്തെ വെടിഞ്ഞില്ല. ഓസ്ട്രേലിയയിലേക്ക് മാച്ചിന് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ നിർണായക അവസാന 2 ബോളിലാണ് ഇന്ത്യയുടെ കളി മാറി മറിഞ്ഞത്. അദ്ദേഹം ആരാണെന്നറിയോ? യെസ്, ഹാർദിക് പാണ്ഡ്യ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിജയം കൈവരിക്കാൻ പറ്റി? ഇന്ത്യയുടെ അന്നത്തെ കളിയിൽ പൂർണ്ണമായും പങ്ക് അദ്ദേഹത്തിനായിരിക്കണം. എല്ലാവരും അന്ന് സ്റ്റാറ്റസുകളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും അദ്ദേഹം മാത്രമായിരുന്നു. പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് ഹാർഡ് വർക്ക്. ഏതൊരു മനുഷ്യനും സക്സസ്ഫുള്ളിലെത്താൻ, വിജയത്തിലേക്കെത്താൻ, ഗോളിലേക്കെത്താൻ വേണ്ടത് മൂന്നാമത് വേണ്ടത് ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനെയും ഹാർഡ് വർക്ക് വേണം. നാം കുഞ്ഞായിരിക്കുമ്പോൾ നാം നടക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകും, ചിലപ്പം നെറ്റ് പൊട്ടിയെന്ന് വരും. അതുകൊണ്ടൊന്നും നാം പിന്മാറില്ല. എന്തുകൊണ്ട്? നാം അത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ ഒരു വലിയൊരു ആക്ടർ, അദ്ദേഹം എല്ലാ ഡയറക്ടർമാരുടെ അടുക്കൽ എല്ലാ ഓഡിഷനും പോകും. ആ ഓഡിഷന് പോയിട്ട് അദ്ദേഹത്തെ സംസാരശേഷിയില്ല, സംസാരം ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഓഡിഷനിൽ നിന്നും അദ്ദേഹത്തെ തള്ളി മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം പുതിയൊരു ചാനൽ തുടങ്ങി, സ്വന്തം കോമഡികൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ലോകം മുഴുവനും അറിയപ്പെട്ടു. അദ്ദേഹത്തെ നാം ഒരു പേരിൽ അറിയപ്പെടുന്നു. ഏതാണെന്ന് പേരെന്ന് അറിയാമോ? മിസ്റ്റർ ബീൻ. അതായത് റോവൻ അറ്റ്സൺ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഒരു സംസാരിക്കാതെ പോലെയാണ്, ഒരു സംസാരവും പോലും ഇല്ലാതെയാണ് അദ്ദേഹം ജനലക്ഷങ്ങളെ, ജനകോടികളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, റൊസാരിയോയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ പയ്യൻ അന്ന് തന്റെ 6ാം വയസ്സിൽ പോളിയോ ബാധിച്ചെന്ന് പറഞ്ഞ 2 ദിവസം പോലും അവധി കൊടുക്കാത്ത ഡോക്ടർമാർക്ക് അവൻ ഇന്ന് വലിയൊരു ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല 2014-ലും 2018-ലും ആ വേൾഡ് കപ്പിനെ നോക്കിയിട്ട്, ആകാംക്ഷയോടെ നോക്കിയിട്ട് ഐ വിൽ സി എന്ന് പറഞ്ഞ ആ ഒരു കളിക്കാരനുണ്ട്. ഇടങ്കാലിൽ മായാജാലം പ്രകടിപ്പിച്ച ലയണൽ മെസ്സി ഇന്ന് ഫുട്ബോൾ രംഗത്ത് ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടും ഈ ഹാർഡ് വർക്ക് നാം ഈ ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നാം ഏതൊരു പരിപാടിയിലാണ്, നമുക്കൊരു ഡോക്ടർ ആണെങ്കിലും ഒരു IAS ആണെങ്കിലും നമ്മുടെ അംബിഷൻ, നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ പലതും പറയും, പക്ഷെ അതിനുള്ള ഹാർഡ് വർക്ക് എടുക്കാൻ നാം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ സെൽഫിനെ നിങ്ങൾ ഹാർഡ് വർക്ക് കൊണ്ട് വിശ്വസിക്കുക. അതായത് കഴിയുന്ന പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നാം എപ്പോഴും മനസ്സിൽ കുറിക്കണം. മാത്രമല്ല ലക്ഷ്യത്തിനെത്താനുള്ള ഏതൊരു വഴിയും നാം പിന്തുടരണം. തോറ്റ് പിന്മാറാതെ നാം ജീവിതത്തിൽ ഉടനീളം ഗോളിലെത്താൻ പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.